ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. നിങ്ങൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പ്രീ പ്രൈമറിയുടെ 49ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കോപ്പിയിലെ ലെറ്റേഴ്സ് എങ്ങനെ എഴുതുക എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെറ്ററാണ് എഴുതാൻ പഠിച്ചത്? ഏത് ലെറ്ററാ? ലെറ്റർ ഐ. അപ്പോ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏത് ലെറ്ററാണ് എഴുതാൻ പഠിക്കേണ്ടത്? ലെറ്റർ ഐ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണല്ലേ. അത് ഏത് ലെറ്ററാണ്? ഏത് ലെറ്ററാ? ലെറ്റർ ജെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്യാപിറ്റൽ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ ജെ കോപ്പിയിൽ എങ്ങനെയാ എഴുതുക എന്ന് പഠിക്കും അല്ലേ. ടീച്ചർ ആദ്യം ഫ്രീ ഹാൻഡ് ആയിട്ട് എൻ്റെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ ജെ ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ എഴുതാൻ പഠിച്ചു കഴിഞ്ഞതാണ്. ക്യാപിറ്റൽ ലെറ്റർ ജെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം, ഒരു അപ്വേർഡ് ഓപ്പൺ കർവ് വേണം, ഒരു സ്ലീപ്പിംഗ് ലൈൻ വേണം. ടീച്ചർ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ജെ ആദ്യം എഴുതി കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾക്ക് ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം, എന്നിട്ട് ഇവിടുന്ന് ഒരു അപ്വേർഡ് ഓപ്പൺ കർവ് വേണം, എന്നിട്ട് മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വേണം. അപ്പോൾ ഇത് ഏത് ലെറ്ററായി? ക്യാപിറ്റൽ ലെറ്റർ ജെ. ഇനി സ്മോൾ ലെറ്റർ ജെ എങ്ങനെയാ നമ്മൾ എഴുതാൻ പഠിച്ചേ? സ്മോൾ ലെറ്റർ ജെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വേണം, ഒരു അപ്വേർഡ് ഓപ്പൺ കർവ് വേണം, ഒരു ഡോട്ട് വേണം അല്ലേ. എങ്ങനെയാ? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ ഒരു കുഞ്ഞ് അപ്വേർഡ് ഓപ്പൺ കർവ്, പിന്നെ ഒരു ഡോട്ട്. ഇതാണ് സ്മോൾ ലെറ്റർ ജെ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ജെ, ഇത് സ്മോൾ ലെറ്റർ ജെ. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾക്ക് കോപ്പിയിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ ജെ എഴുതുക എന്ന് നോക്കണം അല്ലേ. ടീച്ചറെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ജെ ആണ് എഴുതുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ജെ നമ്മൾ ആദ്യത്തെ ലൈനിൽ നിന്നും തുടങ്ങണം, എന്നിട്ട് താഴേക്ക് മൂന്നാമത്തെ ലൈനിൽ വന്ന് ഇങ്ങനെ ഒരു അപ്വേർഡ് ഓപ്പൺ കർവ് വരച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു അപ്വേർഡ് ഓപ്പൺ കർവ് വരച്ചു കൊടുക്കണം. സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഇവിടുന്ന് അപ്വേർഡ് ഓപ്പൺ കർവ് വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ ആദ്യത്തെ ലൈനിൽ എന്ത് വരച്ചു കൊടുക്കണം? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ജെ. ഇനി സ്മോൾ ലെറ്റർ ജെ എങ്ങനെ എഴുതാ? ഇതാ ഈ രണ്ടാമത്തെ ലൈനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇതാ മൂന്നാമത്തെ ലൈനിലേക്ക് വന്ന് ഇവിടുന്ന് ചെറിയൊരു അപ്വേർഡ് ഓപ്പൺ കർവ് വരയ്ക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ഡോട്ട് വരച്ചു കൊടുക്കാം. ഇതാണ് സ്മോൾ ലെറ്റർ ജെ. ടീച്ചറ് ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ജെ എഴുതാം. ആദ്യത്തെ ഒന്നാമത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഒരു അപ്വേർഡ് ഓപ്പൺ കർവ് വരയ്ക്കാം. എന്നിട്ട് ആദ്യത്തെ ലൈനിൽ നിന്നും ഇവിടെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കാം. ഇത് ക്യാപിറ്റൽ ലെറ്റർ ജെ. സ്മോൾ ലെറ്റർ ജെ എങ്ങനെയാ നമ്മൾ എഴുതിയ? ഈ രണ്ടാമത്തെ ലൈനിൽ നിന്നും തുടങ്ങി ഇതാ താഴേക്ക് നാലാമത്തെ ലൈനിലേക്ക് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഒരു അപ്വേർഡ് ഓപ്പൺ കർവ് വരയ്ക്കാം. എന്നിട്ട് ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് സ്മോൾ ലെറ്റർ ജെ. ഇതാ ഇത് ക്യാപിറ്റൽ ലെറ്റർ ജെ, ഇത് സ്മോൾ ലെറ്റർ ജെ. അപ്പോ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ ജെ എങ്ങനെയാണ് കോപ്പിയിൽ എഴുതേണ്ടതെന്ന് മനസ്സിലായോ? മനസ്സിലായല്ലേ? എങ്ങനെയാണ്? ഇത് ക്യാപിറ്റൽ ലെറ്റർ ജെ, ഇത് സ്മോൾ ലെറ്റർ ജെ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ജെ, ഇത് സ്മോൾ ലെറ്റർ ജെ. ക്യാപിറ്റൽ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ ജെ. ക്യാപിറ്റൽ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ ജെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ
ജെ, ക്യാപിറ്റൽ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ ജെ. നമ്മള് കോപ്പിയിൽ എങ്ങനെയാ എഴുതേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞല്ലേ? അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ എന്താണ് വേണ്ടത്? ക്യാപിറ്റൽ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ ജെ എന്ന് പറഞ്ഞുകൊണ്ട്, ലെറ്ററിന്റെ പേര് പറഞ്ഞുകൊണ്ട് കോപ്പിയിൽ നന്നായി എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ എഴുതി പഠിക്കാം. അതുവരേക്കും ടാറ്റാ.